ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ തിരിച്ചെത്തിയിട്ടും വിജയം കാണാതെ മുംബൈ ഇപ്പോഴും വളരെയധികം നിരാശയിൽ തന്നെയാണ്. IPL കഴിഞ്ഞ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് 36 റൺസിനാണ് മുംബൈ തോറ്റത്. മുംബൈ തുടർച്ചയായ രണ്ടാം മത്സരത്തിലും തോൽവി നുണഞ്ഞപ്പോൾ ഗുജറാത്ത് സീസണിലെ ആദ്യ വിജയം സ്വന്തമാക്കുകയും ചെയ്തു. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ 197 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന മുംബൈ ഇന്ത്യൻസിന് 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 160 റൺസ് എടുക്കാൻ മാത്രമാണ് സാധിച്ചത്. സൂര്യകുമാർ യാദവും തിലക് വർമ്മയും മാത്രമാണ് മുംബൈ ഇന്ത്യൻസിനായി ബാറ്റിംഗിൽ കുറച്ചെങ്കിലും ഒന്ന് ശോഭിച്ചത്. തുടക്കത്തിൽ തന്നെ രോഹിത് ശർമ്മ, റയാൻ റിക്കിൾട്ടൺ എന്നിവരെ മുഹമ്മദ് സിറാജ് പുറത്താക്കിയതോടെ മുംബൈ പ്രതിരോധത്തിലേക്ക് മടങ്ങുകയായിരുന്നു. തിലക് വർമ്മയുടെയും സൂര്യകുമാറിന്റെയും ചെറുത്തുനിൽപ്പ് വലിയൊരു തകർച്ചയിലേക്ക് നിന്നും മുംബൈയെ രക്ഷിച്ചു. 12ാം ഓവറിലെ 1ാം ബോളിൽ തന്നെ മുംബൈ 100 കടന്നിരുന്നു. ഇരുവരുടെയും പുറത്താക്കലിന് പിന്നാലെ എത്തിയ റോബിൻ മിൽസിനും ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയും വമ്പനടികൾക്കുള്ള അവസരം ലഭിച്ചിരുന്നില്ല. നമൻ ധിറും മിച്ചൽ സ്റ്റാർണറും അവസാന പന്തുകളിൽ 18 റൺസ് വീതം അടിച്ചെടുത്തെങ്കിലും തോൽവി ഭാരം കുറയ്ക്കാൻ മാത്രമാണ് അത് ഉപകരിച്ചത്. ഗുജറാത്തിനായി പേസർമാരായ മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും 2 വിക്കറ്റുകൾ വീതം വീഴ്ത്തി. നേരത്തെ ഓപ്പണർ സായി സുദർശന്റെ അർദ്ധ സെഞ്ചുറി മികവിലാണ് ഗുജറാത്ത് ഭേദപ്പെട്ട ടോട്ടൽ പടുത്തുയർത്തിയത്. ഓപ്പണർമാരായ ശുഭ്മാൻ ഗില്ലും സായി സുദർശനും ഗുജറാത്തിന് മികച്ച തുടക്കമാണ് നൽകിയത്. സുദർശൻ 41 പന്തിൽ 2 സിക്സറും 4 ഫോറും ചേർത്ത് 63 റൺസ് നേടി പുറത്തായി. വെറും 51 പന്തുകളിൽ 78 റൺസ് ഈ കൂട്ടുകെട്ടിൽ പിറന്നു. ട്രെന്റ് ബോൾട്ടിന്റെ പന്തിൽ വിക്കറ്റിന് മുന്നിൽ കുരുങ്ങിയാണ് സുദർശൻ പുറത്തായത്. സുദർശന്റെ 8ാമത്തെ IPL അർദ്ധ സെഞ്ചുറിയാണിത്. ഗില്ലിനെ നമാൻ ധിറിന്റെ കൈകളിലെത്തിച്ച് ഹാർദിക്കാണ് വിക്കറ്റ് വേട്ടയ്ക്ക് തുടക്കമിട്ടത്. 1 ഡൗണായി എത്തിയ വിക്കറ്റ് കീപ്പർ ജോസ് ബട്ട്ലർ 24 പന്തിൽ 39 റൺസ് നേടി. ഫർഫാൻ റദാൻഫോർഡ് 11 പന്തിൽ 18 റൺസും നേടി. 179-ന് 3 എന്ന നിലയിലായിരുന്നു ഗുജറാത്ത് പിന്നീട് 17 റൺസ് ചേർക്കുന്നതിനിടെ 5 വിക്കറ്റുകൾ കളഞ്ഞത്. ഷാരുഖ് ഖാൻ, രാഹുൽ തെവാട്ടിയ, റാഷിദ് ഖാൻ, കഗീസോ റബാദ, സായി കിഷോർ എന്നിവരാണ് മറ്റ് സ്കോറുകളെല്ലാം പൂർത്തിയാക്കിയത്. മുംബൈക്കായി ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹാൻ, മജൂബർ റഹ്മാൻ, സത്യനാരായണ രാജു എന്നിവർ ഓരോ വിക്കറ്റ് നേടി കളിയൊന്ന് നിലയിലെത്തിക്കുകയും ചെയ്തു.